ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഫുൾ മൂൺ എനർജീസ്. ഫുൾ മൂൺ പാസ് ചെയ്തു ഇന്നലെ. നിങ്ങളെല്ലാവരും മെഡിറ്റേഷൻ അതായത് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഫുൾ മൂൺ ദിവസം മാത്രമല്ല. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് പക്ഷേ ഞാനത് പറയുമ്പോൾ അതിൽ ഫുൾ മൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനത് ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട്. ബട്ട് നിങ്ങൾക്കത് എപ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ, അതിൽ ജസ്റ്റ് മുന്നോട്ട് അതിലെ അഫർമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്കത് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ച് ഫുൾ മൂൺ എന്ന് പറയുന്ന ഒന്ന് ഇഗ്നോർ ചെയ്താൽ മതി. ഓക്കെ, എപ്പോഴും അതിനെ യൂസ് ചെയ്യാം. കാരണം പ്രത്യേകിച്ചും നമ്മുടെ മൂൺ നമ്മളെല്ലാവരെയും അഫക്റ്റ് ചെയ്യാറുണ്ട്, ഇമോഷൻസിനെ. ഓക്കെ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ ഓം സോം സോമായ നമഃ എന്ന് പറഞ്ഞ ആ പ്രെയറൊക്കെ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ചെയ്യണം നല്ലതാണ്, ചാൻറ്റിങ് നല്ലതാണ്. ഓം സോം സോമായ നമഃ. ഐ തിങ്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇതിൻ്റെ പല രൂപങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രെയർ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അത് ഏറ്റവും എളുപ്പമുള്ളതൊന്ന് നോക്കി ഞാൻ ഇട്ടു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. ഓക്കെ, മെഡിറ്റേഷൻ പറ്റിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അത്. ഓക്കെ, ഫുൾ മൂൺ ദിവസം മാത്രമല്ല. ഓക്കെ, എപ്പോഴും ചെയ്യാം. സോ എനിവേ, ഇപ്പോൾ നമുക്കിന്ന് ഗൈഡൻസ് ഇന്ന് ഈ ഫുൾ മൂണിൻ്റെ എനർജീസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫുൾ മൂണിൻ്റെ എനർജീസിൽ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്? ഓക്കെ, സൈലൻസ് പറയുമ്പോൾ ഹെർമിറ്റ് ആണ്, ടവർ കാർഡാണ്, തണ്ടർബോൾട്ട്, എക്സ്പീരിയൻസിങ്, വാവ്, അലോൺനെസ്. ഓക്കെ, ചില കാര്യങ്ങൾ, എക്സിസ്റ്റൻസ്. ഓക്കെ, പറയാം. ഓക്കെ, ഗൈഡൻസ്, ഗുഡ്, കണ്ടീഷനിങ്. ഓക്കെ, ഗ്രേറ്റ്, exhaustion, mind. Okay, okay, ഒരൽപ്പം and celebration, very good, finally. Okay, and the rebel, patience. Okay, ഇവിടെ ഓക്കെ, ഐ തിങ്ക് ഈ ഫുൾ മൂൺ എനർജീസ് നിങ്ങളെ ഒരു സൈലന്റ് സോണിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ മോഡിലാണ് നിങ്ങളിപ്പോൾ എന്നാണ് തോന്നുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടു എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തനിച്ച് ഇരിക്കണം എന്നുള്ള ഫീലിംഗ് ആയിരിക്കാം. ഒറ്റയ്ക്ക് ഇരിക്കണം എന്നും നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെടുത്തി എന്നൊരു തോന്നലായിരിക്കും. ഒറ്റപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, ആൻഡ് സൈലൻസ് ഉണ്ട്. സോ ഹെർമിറ്റ് കാർഡാണ് നമ്മുടെ. ഓക്കെ, ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ യെസ്, നമ്മളൊന്ന് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാണ്. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുക, മാറിയിരിക്കുക, എല്ലാവരുടെ അടുത്തും ഒന്ന് അകന്ന് നിൽക്കുക, ആരോടും സംസാരിക്കാൻ തോന്നാതിരിക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നാതിരിക്കുക, സൈലൻ്റ്ലി ഇരിക്കാം. നിങ്ങൾ കൂടുതലും ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു തൽക്കാലം നിങ്ങളുടെ ഒരു അവനവനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. എനിക്ക് തേർഡ് ഐ ചക്രയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇവിടെ. ഇതൊരു ഫേസ് ആണ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു മുഖം പോലെ ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഒരു തേർഡ് ഐ ചക്രയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സോ യെസ്, നിങ്ങൾ ഡീപ്പായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് ചില റിയലൈസേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നതായിട്ട്, അല്ലേ? ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ മുമ്പ് മനസ്സിൽ വെറും ഒരു ഡൗട്ടായിരുന്നെങ്കിൽ ആ കാര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. അതൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ശരി, ജോലിയുടെ കരിയറിൻ്റെ ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങളുടെ തന്നെ വീട്ടിലെ ഫാമിലി അങ്ങനെ ആരെങ്കിലും കുറിച്ചാണെങ്കിലും ശരി, എന്ത് തന്നെ ആയാലും ശരി. ഫാമിലി മെമ്പേഴ്സ് നിങ്ങളോട് നമ്മളത് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. ചിലവർക്ക് അത് എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. അത് ചിലവർക്ക് ഓക്കെ, നിങ്ങളുടെ ഫാമിലി അവർക്കൊക്കെ നിങ്ങളെ ജസ്റ്റ് നമ്മൾ പറയില്ല ആവശ്യത്തിന് മാത്രം വേണം. അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും വേറെ ബന്ധങ്ങളായാലും എല്ലാം അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറിഞ്ഞിരുന്നത്, ചില ചീറ്റിങ്സ് നമ്മൾ ഓൾറെഡി ആ എനർജി ആയിരുന്നു. അങ്ങനെ ചില റിവലേഷൻസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മനസ്സിലായി വരികയാണ്. ഓക്കെ, അങ്ങനെയായിരിക്കും. ഞാനിത് നിങ്ങൾ സൈലൻസിലിരിക്കുന്ന പോലെ കാണുന്നുണ്ട്, ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുമാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തന്നെ ഇപ്പോൾ തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ചില ടവർ കാർഡ് ഉണ്ട്. സോ എവിടെയോ ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ചില തകർച്ചകൾ, ഒരു സഡൻ ഷോക്ക് കിട്ടിയ പോലെ. ഓക്കെ, എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു ഓൾറെഡി റിവലേഷൻസ് കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, തെളിഞ്ഞെളിഞ്ഞ് എന്തൊക്കെയോ വരുന്നുണ്ട്. സോ ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഇത്. ഒരു
കളക്റ്റീവ് എനർജിയാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത് സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എനർജി അങ്ങനെ പിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ടവർ കാർഡ് ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കാം. നിങ്ങൾ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചില തകർച്ചകൾ സംഭവിക്കാം. ഓക്കെ, നിങ്ങളുടെ നമ്മുടെ പറയില്ല, നമ്മുടെ ചില വിശ്വാസങ്ങൾ തകർന്നു എന്ന് പറയാം, ചില ചിന്തകൾ തകർന്നു എന്ന് പറയാം, നമ്മൾ തന്നെ തകർന്നു പോയി എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം ഒരു പേഴ്സൺ ഇവിടെ ഇരിക്കുന്ന പോലെ കൂടിയാണ്. ടവറാണ് പ്ലസ് ഇവിടെ ഒരു പേഴ്സൺ ഇരിക്കുന്ന പോലെയാണ്. അതിൻ്റെ അതിൽ നിന്ന് എന്തൊക്കെയോ മറിഞ്ഞു. സോ നിങ്ങളുടെ തന്നെ പലതും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ചില കാര്യങ്ങൾ ഓക്കെ ഒന്ന് മാറി മറിഞ്ഞ് വരേണ്ട സമയമായിരിക്കാം. അതുകൊണ്ട് അതിനെ യൂണിവേഴ്സ് ഒന്ന് തകർക്കുന്നുണ്ട്. നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ ടവർ കാർഡും ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ വളരെ ഇപ്പോൾ റിഫ്ലക്ഷൻ മോഡിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫുൾ മൂൺ ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അത് നല്ലതാണ്. ആക്ച്വലി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലതും ചീത്തയും നമ്മുടെ ലൈഫിൽ വരും. ഓക്കെ, നല്ലത് മാത്രം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അല്ല നമ്മുടെ ലൈഫ്. രണ്ടും വരും നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മളത് ഈ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് വരുമ്പോഴും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് പഠിച്ച് നമ്മൾ വീണ്ടും വളരാനുണ്ട്, അതിൽ നിന്ന് നമ്മൾ മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഗ്രോ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. എനിക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസസ് കൊണ്ടുവരാണ്. ഓക്കെ, ഒരു ലെസൺസ് കൊണ്ടുവരാണ്, എക്സ്പീരിയൻസസ് കൊണ്ടുവരാണെന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അലോൺനെസ് അഗൈൻ. ഓക്കെ, സോറി. ആൻഡ് എക്സിസ്റ്റൻസ് എന്നാണ് നിങ്ങളിപ്പോൾ തൽക്കാലം അത് ഫോട്ടോ. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓക്കെ നിങ്ങൾ അവെയർ ആവാൻ തുടങ്ങുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പർപ്പസ്, നിങ്ങളുടെ ഇവിടെ ഈ ലോകത്ത് നിങ്ങളുടെ എന്താ പർപ്പസ്, നിങ്ങൾ ജനിച്ചതിന് എന്താ പർപ്പസ്. ഓക്കെ, നിങ്ങൾ അവനവനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും. അത് തിരിച്ചറിയാൻ നിങ്ങൾ തുടങ്ങാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചില എക്സ്പീരിയൻസസ് വരുന്നുണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ പലതും പഠിച്ചെടുക്കാനുള്ള അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സമയമാണ്. ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഗൈഡൻസ് എടുക്കുക എന്നും പറയാം. ആരെങ്കിലും നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ നിങ്ങൾ സംസാരിക്കുക, ഗൈഡൻസ് എടുക്കുക. ഓക്കെ, കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത്, എന്താണ് അവിടെ എൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവനവനെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഓക്കെ നിങ്ങൾ ചില ഗൈഡൻസ് നിങ്ങൾ എടുക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ മാറ്റാം. ആൻഡ് കണ്ടീഷനിങ്, ആക്ച്വലി ഇത് മാറ്റാനുള്ള ഒരു കാര്യമാണ്. കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാർഡ് ഇതൊരു ലയണാണ്. ഓക്കെ, ഒരു നമ്മുടെ ലയണാണിത്, സിംഹമാണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ ചുറ്റും ആട്ടിൻകുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഈ ആട്ടിൻകുട്ടികൾ ഇവിടെ ചുറ്റുമുണ്ട്. ആൻഡ് ലയണിനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ്. ഓക്കെ, കൈയും കാലും ഒക്കെ നമ്മുടെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു ഇതെടുക്കാം. അതായത് സിംഹം ശരിക്കും പറഞ്ഞാൽ സിംഹത്തിൻ്റെ തോന്നല് അവിടെ പെട്ട് നിൽക്കുകയാണ് എന്നാണ്. കാരണം ചുറ്റും ആടാണ്. ഇത് ശരിക്കും ഒരു സിംഹമാണെങ്കിലും നമ്മുടെ കൂടെയുള്ളത്, നമ്മുടെ ചുറ്റുമുള്ളത് എന്താണ്? ആട്ടിൻകുട്ടികളാണ്. അപ്പോൾ അതുപോലെ ഞാനും ആയി എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തിരിച്ചു എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, മീൻസ് നമ്മളിപ്പോൾ സിംഹം ഒരു ആടായി എന്ന് അങ്ങനെ ആ ഒരു ലോ ലെവലിലേക്ക് അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അതായത് നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ചില ധൈര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്യാൻ ചില കാര്യങ്ങൾ, നമ്മുടെ കഴിവുകളുണ്ട്, പക്ഷെ അതിനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളോട് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഈ ആടിനെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നാണ്. മറ്റുള്ളവർ പറയുന്ന കേട്ട് നടക്കുക, മറ്റുള്ളവരെ പോലെ ജീവിക്കുക, സൊസൈറ്റിയുടെ കണ്ടീഷനിങ്, സൊസൈറ്റി എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുക, അപ്പോൾ അതുപോലെ നമ്മളും ചെയ്യണം. ഓക്കെ, അതിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? മാറിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും കൂടി എന്തോ ഒരു വിചിത്ര ജീവിയെ കണ്ട പോലെ കാണിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൻ്റെ കണ്ടീഷനിങ് നിങ്ങളുടെ ആയിപ്പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മാറ്റി എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അവനവൻ്റെ ശരിക്കും നിങ്ങളുടെ രൂപം എന്താണ് അത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, കാരണം നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ, ചുറ്റുമുള്ള സൊസൈറ്റി ആയാലും ശരി, ഓക്കെ, അതിൻ്റെ ചില ഒരു ബന്ധനത്തിലാണ് നിങ്ങൾ എന്ന് പറയാം. അത് മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഒന്നും വേണ്ട. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്പിരിച്വൽ ആവുന്ന കാര്യം. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പിരിച്വൽ ആവുന്ന കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഫേസിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആവുന്നുണ്ടാവും ലേശം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക, ഒരുപാട് ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതായത് നിങ്ങൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസസ് നിങ്ങൾ അങ്ങനെ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ദൈവത്തിനെ വിളിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ വിഷയങ്ങളിലേക്ക്, നിങ്ങളുടെ ചിന്തയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഫാമിലി എന്ത് പറയും?
എന്താണ് ഇത്, എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഓക്കെ, നീ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന രീതിക്ക് അവർ ചോദിക്കാൻ തുടങ്ങും. അപ്പം എന്താവും നമ്മുടെ ഉള്ളിൽ എന്താണ്, അപ്പം തന്നെ ഒരു പേടി തുടങ്ങും, പേടിയാവും. അയ്യോ ഞാൻ ഇങ്ങനെ കൂടുതൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ വട്ടാണെന്ന് പറയുമോ, എനിക്കെന്തോ പറ്റിയെന്ന് പറയില്ലേ. അപ്പം നിങ്ങൾക്ക് അവിടെ എന്താണ്, ഒരു മടിയാവും മറ്റുള്ളവരെ മുമ്പിൽ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, ആലോചിച്ച് നോക്കുക. ഞാൻ സ്പിരിച്വൽ ആവുന്നു എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. എനിക്ക് കൂടുതൽ എൻ്റെ കാരണം നമ്മൾ ലൗകിക കാര്യത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറി നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കുറേ മാറ്റങ്ങൾ നമ്മളുടെ വരും. പക്ഷെ അത് മറ്റുള്ളവർക്ക് അത്ര വേഗം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ കാര്യങ്ങളെ നമ്മളൊന്ന് ഉള്ളിലേക്ക് വലിച്ച് വീണ്ടും നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളും ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനൊക്കെയാണ് കണ്ടീഷനിങ് എന്ന് പറയാം. ഓക്കെ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നോക്കിയതാണ്. ഓക്കെ, ഇതുപോലെ പല കാര്യങ്ങളും, അതായത് നിങ്ങൾ എന്തെങ്കിലും മാറ്റി ചെയ്യാൻ, ഇപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഡോക്ടേഴ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ ജസ്റ്റ് ഒരു എന്താ പറയുക, മ്യൂസീഷ്യൻ ആവണം, പാട്ടുകാരനാവണം എന്ന് വിചാരിക്കാം. വീട്ടിലെല്ലാവരും പറയും ഞങ്ങളെല്ലാവരും ഡോക്ടേഴ്സാണ്, നീ മാത്രം ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ആ കണ്ടീഷനിങ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ അതൊരു പ്രഷറാണ്. ദാറ്റ് ഓക്കെ എല്ലാവരും അങ്ങനെയാണ്, ഞാനും ആവണം എന്ന രീതിക്ക് അല്ലേ. അപ്പം ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. പക്ഷെ അപ്പോൾ നമ്മൾ ഈ മാറ്റി എന്തെങ്കിലും ചെയ്യാൻ, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ലാതെ നമ്മളെന്തെങ്കിലും മാറി ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നമ്മൾക്കത് സാധിക്കില്ല. ഓക്കെ, കാരണം സൊസൈറ്റിയുടെ കണ്ടീഷനിങ് നമുക്ക് ആക്ച്വലി അത് മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അത് മാറ്റാനുള്ള ഒരു സമയമാണിത്. കണ്ടീഷനിങ്ങിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. എന്തുകൊണ്ട് ഞാൻ എൻ്റെ മ്യൂസീഷ്യൻ ആയിക്കൂടാ, ഞാൻ എന്തുകൊണ്ട് സ്പിരിച്വൽ ആയിക്കൂടാ, എന്തുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് തിരിഞ്ഞുകൂടാ, എന്തുകൊണ്ട് ഞാനും 9 to 5 ജോലി, അല്ലെങ്കിൽ ഞാനും ഈ രാവിലെ തൊട്ട് രാത്രി വരെ ചത്ത് കിടന്ന് ഇങ്ങനെ ഒരു ഓഫീസിൽ പണിയെടുക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം. എനിക്ക് ആ സാലറി എൻ്റെ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഓക്കെയാണ്, ഞാൻ സമാധാനം മതി, എനിക്ക് പീസ് മതി, എനിക്ക് കിട്ടുന്ന ദൈവത്തിലാണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് മാറിക്കൂടാ. എന്തെങ്കിലും ചെറുത് ചെയ്യണം, ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഓക്കെ, നമുക്കുള്ളതിൽ നമ്മൾ ഹാപ്പിയാണ്, ഞാനിങ്ങനെ ഇരിക്കാൻ ഞാൻ തയ്യാർ എന്ന് നമ്മുടെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. ബിക്കോസ് ആ സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ആ കണ്ടീഷനിങ് നമ്മൾ മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുള്ള സമയമാണ് ഇവിടെ. ആൻഡ് എക്സോഷൻ, നിങ്ങൾ ഒരുപാട് ടയേർഡാണെന്ന് കാണുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വല്ലാതെ കാരണം ഈ ബേർഡൻസ് ഒരുപാട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം എല്ലാം കൂടി നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളെ പിടിച്ച് വലച്ച് വിടുന്ന ഒരു സമയമാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സോഷൻ ഉണ്ട്, നിങ്ങൾക്ക് ടയർഡ്നെസ്, ക്ഷീണം, ചിലപ്പോൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാം, ശ്രദ്ധിക്കുക. ഓക്കെ, ടയേർഡൊക്കെ ആണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഓക്കെ, മെൻ്റലി നിങ്ങൾ ടയേർഡും ആയിരിക്കും, അതിൻ്റെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ, ഒന്ന് അവനവനെ ശാന്തമാക്കി വെക്കുക. അഗെയിൻ ആക്ച്വലി മൈൻഡും എക്സോസ്റ്റഡ് ആണ്. നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ ചിന്തിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾ അവിടെ ഓക്കെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, വെറുതെ നമ്മൾ ചിന്തിച്ച് കാടിയേരി പോയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അതെന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, എന്താണ് നിങ്ങൾ മാറ്റാനുള്ളത് എന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആ ഒരു സമയമാണിത് നിങ്ങൾക്ക് ലൈഫിൽ. ഇപ്പോൾ ഈ ഫുൾ മൂൺ ഐ തിങ്ക് തൊട്ടും നിങ്ങൾക്കൊരു ചേഞ്ചസ് വരുത്താനുള്ള ഒരു ശ്രമമാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു മാറ്റം വരുത്താനുള്ള ഒരു സമയമാണ്. ഓക്കെ, എല്ലാം കഴിയുമ്പോൾ ഒരു സെലിബ്രേഷൻ ഉണ്ട്. യൂണിവേഴ്സ് കുറേ അടിയും കൂടി തന്നിട്ട് അവസാനം സെലിബ്രേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ, നന്നായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സെലിബ്രേഷൻ വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇതെല്ലാം കൊണ്ടുവരുന്നത്, നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് സന്തോഷങ്ങളിലേക്ക് തന്നെയാണ്, ഒരിക്കലും അത് ഡൗട്ട് ചെയ്യണ്ട. ഓക്കെ, പക്ഷേ യെസ്, അതിനുവേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കാനുണ്ട്, ചില ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ട്, ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്താനുണ്ട് അവനവനിൽ. ഓക്കെ, നമുക്ക് ഒരിക്കലും വേറൊരാളെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, അവനവനെ നിങ്ങൾ മാറ്റി തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇവിടെ റിബൽ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത് പറയുന്നത് നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കാനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിബൽ ഉണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ ഇവിടെയും സെയിം കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സൊസൈറ്റിയുടെ ആ ഒരു ഇതിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ, ഫാമിലിയുടെ, സൊസൈറ്റിയുടെ അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്ത് വരാനുണ്ട്. ഓക്കെ, ആ റിബൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതൊന്ന് പുറത്ത് വരാനുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും, ഒരു മാറ്റം ഐ തിങ്ക് നിങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളെ തന്നെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മനസ്സിലൊന്നും വെക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതൊരു കാര്യം നിങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. ഓക്കെ, തുറന്ന് എക്സ്പ്രസ് ചെയ്യുക എന്താണ് ഉള്ളതെന്ന്. ഓക്കെ, അത് ആരോടായാലും ശരി, വീട്ടിലായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്സിലായാലും എവിടെയായാലും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന സംസാരങ്ങൾ ആവശ്യമാണ്, മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന കാര്യമൊന്നുമില്ല. ഓക്കെ,
എനിവേ എന്തായാലും സെലിബ്രേഷൻ ആണ് ഫൈനലി കാണുന്നത്. പക്ഷേ ഫുൾ മൂൺ ഐ തിങ്ക് ഇപ്പോൾ തുടക്കം നിങ്ങൾക്കിപ്പോൾ ഒരല്പം നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ ഉള്ള ഒരു സമയമാണ്. അതിനുള്ള ഗൈഡൻസ് നിങ്ങൾ എവിടുന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക. ഓക്കെ, പഠിക്കാൻ ശ്രമിക്കുക, മാറാൻ ശ്രമിക്കുക, നിങ്ങളെ തന്നെ മാറ്റാം. ഓക്കെ, വേറെ ആരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങൾ മാറാം. ഓക്കെ, നമുക്ക് ഞാൻ ഫുൾ മൂൺ ഡെക്കന്നെ എടുത്തു നോക്കാം. മൂണിൻ്റെ മൂണോളജി ഒറക്കിൾ മെസ്സേജസ് എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം നമുക്ക്. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. കാർഡിനൽ മൂൺ, എക്സ്പെക്ട് പവർഫുൾ ചേഞ്ചസ്, ന്യൂ മൂൺ, എക്ലിപ്സ്. ഓക്കെ, എക്ലിപ്സിൻ്റെ ടൈം. ഓക്കെ, ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. ഓക്കെ, സൂപ്പർ മൂൺ, ഇത് നമ്മുടെ സൂപ്പർ ബ്ലൂ മൂൺ ആയിരുന്നു. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്, തേർഡ് ക്വാർട്ടർ മൂൺ. It's time to take action, new moon in Aries. ഇത്തവണത്തെ അക്വേറിയസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അക്വേറിയസ് നമുക്ക് വന്നിട്ടില്ല, നോക്കാം. ഓക്കെ, ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ, അക്വേറിയസ്, ന്യൂ മൂൺ ഇൻ അക്വേറിയസ്. ഓക്കെ, ആൻഡ് കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്, ഫുൾ മൂൺ, എക്ലിപ്സ്. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ആദ്യം പറയുന്നത് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുള്ള ആക്ഷൻ നിങ്ങൾ തന്നെ എടുക്കുക ആദ്യം. ഓക്കെ, നിങ്ങൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. വേറൊരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ധൈര്യത്തോടെ മുന്നോട്ട് പോവാം. ഓക്കെ, അതെന്ത് തന്നെ അതിൻ്റെ റിസൾട്ട് ആയാലും ശരി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പ്രശ്നമായാലും ശരി, ഇവിടെ നിങ്ങൾ തന്നെ ഒരു ഫസ്റ്റ് മൂവ് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, എക്സ്പെക്ട് പവർഫുൾ ചേഞ്ചസ്, ന്യൂ മൂൺ എക്ലിപ്സ് ആണ്. എക്ലിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ഒരു മൂഡിയായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, മൂഡിയായിട്ട് നമ്മൾ ഒരു ഇമോഷൻസ് ആകെ ഒരു വശം നമുക്കൊരു പറയില്ല, എക്ലിപ്സ് പറഞ്ഞാൽ എന്താ, മറയുക അല്ലേ, ഇങ്ങനെ എല്ലാം ഇരുട്ടിലാവുന്ന പോലെ. അപ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ ആയിരിക്കും ദേശം. ഓക്കെ, ബട്ട് അതിന് പവർഫുൾ ചേഞ്ച് കൊണ്ടുവരാനുള്ളതാണിത്. ഓക്കെ, ആ എക്ലിപ്സ് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും അല്ലേ, അതുപോലെ. അപ്പോൾ പവർഫുൾ ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ ആണ്. സോ മൂൺ നമ്മുടെ അകത്തിൻ്റെ അടുത്ത് ഒരുപാട് അടുത്തുള്ളപ്പോൾ സമയത്ത് എന്താ ഉണ്ടാവുക, നമ്മുടെ ഇമോഷൻസിനെ നല്ലോണം ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കാം. ഓക്കെ, ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഇനിയിപ്പോൾ എന്താവും അറിയില്ല, വാക്ക് തർക്കങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. അത് മാത്രമല്ല കേട്ടോ. ഓക്കെ, സോറി. ഓക്കെ, ഞാൻ എപ്പോഴും ഇമോഷൻസിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സ്പെസിഫൈ ചെയ്യുക. പക്ഷേ പല കാര്യങ്ങളും പ്രശ്നങ്ങൾ വരും കേട്ടോ. ലൈക്ക് കാറ് പെട്ടെന്ന് എന്തെങ്കിലും കേടുവരിക, ട്രാവലിംഗ് നിങ്ങൾ പോകുമ്പോൾ പലതും നടക്കാതെ എന്തെങ്കിലും തടസ്സങ്ങൾ വരിക. ഓക്കെ, ആക്സിഡൻസ് കാര്യങ്ങൾ നടക്കാനുള്ള സമയമാണ് ഈ ഫുൾ മൂൺ സൂപ്പർ മൂണിൻ്റെയൊക്കെ സമയത്ത്. അങ്ങനത്തെ വല്ലതും ഒരുപാട് നടക്കാറുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് പറയാനുള്ളത്, ലൈക്ക് ഇലക്ട്രോണിക്സ് കേടുവരിക. ഓക്കെ, അത് മെർക്കുറി റെട്രോഗ്രേഡിലാണ് കൂടുതൽ. പക്ഷെ ഈ ഫുൾ മൂൺ സമയത്തും പലതും അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റ്സ് സേവ് ചെയ്യാതിരിക്കുക. ഓക്കെ, സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ പല കാര്യങ്ങളും കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഫുൾ മൂണൊക്കെ. ഓക്കെ, കാരണം ഇമോഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും നമ്മുടെ എന്നാണ്. ഓക്കെ, ഇമോഷൻസ് മാത്രമല്ല, കാര്യങ്ങൾ എല്ലാത്തിനെയും ബാധിക്കും. ഒരുപാട് സാധനങ്ങളെ ബാധിക്കാറുണ്ട് ഈ മൂൺ. ഓക്കെ, ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോടൊരല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കുറച്ചൊന്ന് കോംപ്രമൈസിന് ശ്രമിക്കുക എന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ എന്നും പറയുന്നത്. ആക്ച്വലി രണ്ടും ഇതുണ്ടോ, ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് ആൻഡ് ടേക്ക് ദ ടൈം ടു ടേക്ക് ആക്ഷൻ. യെസ്, അപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ഒരു ഫസ്റ്റ് മൂവ് നിങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, കാര്യങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ തന്നെ എടുക്കാം. ഓക്കെ, ആൻഡ് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ആൻഡ് ഇവിടെ കോംപ്രമൈസും പറയുന്നുണ്ടായിരുന്നു. സോ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു അല്പം അവിടെ സ്നേഹത്തോടെ സംസാരിച്ച് മേ ബി ഒരു കോംപ്രമൈസ് വരാനുള്ള ഒന്ന് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് അക്വേറിയസ് പറയുമ്പോൾ നമ്മുടെ വാട്ടർ എനർജി ആണ്. അപ്പോൾ അവിടെ ഒരു ഇമോഷൻസ് അഗെയിൻ എല്ലാം ഇമോഷൻസിനെ കുറിച്ച് തന്നെയാണ് അല്ലെങ്കിലും. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ ആയിരിക്കാം. ഓക്കെ, ഇമോഷണലായിട്ട് ലേശം കരച്ചിലോ. ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഐ തിങ്ക് ഈ ഫുൾ മൂൺ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ, വിഷമത്തിൽ, സങ്കടത്തിൽ ഒക്കെ പോകുന്ന പോലെയാണ്. കാരണം ഹെർമിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ ഹെർമിറ്റും സൈലൻസും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഇവിടെയും പവർഫുൾ ചേഞ്ചസ് എക്ലിപ്സ് ഒക്കെയാണ്. സോ യെസ്, ഐ തിങ്ക് നിങ്ങൾ വളരെയധികം സാഡ്, ഒരു വിഷമത്തിലിരിക്കുന്ന പോലെ, ഡിപ്രഷനിൽ പോകുന്ന പോലെ. ഓക്കെ, വല്ലാതെ സങ്കടപ്പെട്ട് ചിലപ്പോൾ കരയുന്നുണ്ടാവും കുറേ പേര്. പക്ഷേ ഇമോഷൻസ് വളരെ ഹൈ ആണ്, കരയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ആക്ച്വലി ഞാൻ നേരത്തെ വന്നൊരു കാർഡ് ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരുപാട് നിങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് പലതും. ഓക്കെ, ഇമോഷൻസ് ഒരുപാട് മേലെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്തൊക്കെയോ അവിടെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്താണ് ഇമോഷൻസ് വരുന്നത് അതിനെ നിങ്ങൾ അനലൈസ് ചെയ്ത് അതിനെ റിലീസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതിനെ മാറ്റിയെടുക്കാൻ പഠിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അത് മേലെ വരുന്നത്. ഓക്കെ,
ആൻഡ് ഇവിടെ കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് കൺക്ലൂഷൻസ് കിട്ടും. നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് അവസാനം എന്താ പറയുക, ഒരു നല്ലൊരു സൊല്യൂഷൻ വരും എന്ന് പറയാം. ഓക്കെ, നല്ല സൊല്യൂഷൻസ് വരും. ഫുൾ മൂൺ എക്ലിപ്സ് ആണിത്. അഗെയിൻ എക്ലിപ്സ് ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ. ഫുൾ മൂണും എനർജീസ് ഭയങ്കര ഹൈ ആണ്, ഇമോഷണൽ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് എല്ലാവരും കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരിക്കാം. ഒന്ന് റെസ്റ്റ് എടുക്കാം, മെഡിറ്റേഷനൊക്കെ ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കാം. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.